ഹരേ ഗുരുവായൂരപ്പ. മേൽപ്പത്തൂർ കണ്ട ശ്രീകൃഷ്ണന്റെ ബാലരൂപം. മേൽപ്പത്തൂർ നാരായണ പട്ടതിരിയുടെ നാരായണീയ സ്തോത്രം കേട്ട് ഗുരുവായൂരപ്പൻ സന്തോഷിച്ചു. തൻ്റെ കോമള രൂപം ഭഗവാൻ കാട്ടിക്കൊടുത്തു. ആ പുണ്യ വിഗ്രഹം ദർശിച്ചപ്പോൾ രോഗവിമുക്തനായി. താൻ കണ്ട മനോഹര രൂപം അദ്ദേഹം വർണ്ണിച്ചതാണ് നാരായണീയം 100-ാം ദശകം. ഗുരുവായൂരപ്പ, ശ്രീകോവിലിനുള്ളിൽ നീലപ്രകാശം കാണുന്നു. ആ തേജസ്സിനുള്ളിലേക്ക് സൂക്ഷിച്ചു നോക്കിയപ്പോൾ മനം കവരുന്ന ഒരു ദിവ്യരൂപം, ബാലസ്വരൂപം. ചുറ്റും നാരദൻ മുതലായ മുനിമാർ, സുന്ദരികളായ ഗോപസ്ത്രീകൾ കാരുണ്യം ചൊരിയുന്നു, കടാക്ഷങ്ങൾ പൊഴിക്കുന്നു. ഭഗവാന്റെ തിരുമുടിക്കെട്ട് കണ്ടോ? ഇടതൂർന്നത്, ചുരുണ്ടത്, നീലവർണം. ചുറ്റും മയിൽപ്പീലികൾ മന്ദാര പൂമാല കൊണ്ട് ചുറ്റിക്കെട്ടിയിരിക്കുന്നു. വെളുത്ത ഗോപിക്കുറി പഞ്ചമി ചന്ദ്രനാണോ? നെറ്റിത്തടം താമര പൂ ഇതളുകളാണോ? തെളിഞ്ഞു മിന്നുന്ന കണ്ണുകൾ, തുടിക്കുന്ന കവിൾ തടങ്ങൾ, കാതിലോ മിന്നുന്ന മകരകുണ്ടലങ്ങൾ. ആ ചുണ്ടുകളിൽ വിരിയുന്നു പുഞ്ചിരിയുടെ മാധുര്യമീയുന്ന തിരുമുഖം. കൗസ്തുഭവും ശ്രീവത്സവും കിങ്ങിണിയും മറ്റും ധരിച്ച് ശോഭിക്കുന്നു. മഞ്ഞ പട്ടുടുത്ത് വിളങ്ങുന്ന തിരുവുടൽ. ഭഗവാന്റെ തിരുമുടിക്കെട്ട് മുതൽ തൃപ്പാദം വരെയുള്ള ദിവ്യ ശരീരം ദർശിക്കുന്നു. സർവം കൃഷ്ണാർപ്പണമസ്തു. ഹരേ ഗുരുവായൂരപ്പാ ശരണം.